ഹലോ ഡിയേഴ്സ്, ഇന്നലെ നമ്മൾ ത്വാ എന്നുള്ളൊരു ലെറ്റർ ഒരു മൊട്ടക്കുന്നിൻ്റെ ചിത്രമൊക്കെ കാണിച്ച് അതുപോലെ കുന്ന് വരച്ച് അതിൻ്റെ തൊട്ടടുത്ത് മുകളിൽ നിന്ന് താഴേക്ക് ഒരു അലിഫൊക്കെ വരച്ച് ത്വാ എന്നുള്ള ലെറ്റർ നിങ്ങളെ പരിചയപ്പെട്ടു. താ അല്ല ത്വാ അല്ലേ? ആ ത്വാ ഞാൻ ഒന്നുകൂടെ ഇവിടെ എഴുതാൻ പോകുന്നു. താ വേറെയാണ്, ത്വാ വേറെയാണ്. ഓക്കെ, ജസ്റ്റ് ഇതേപോലെ നമ്മളൊരു മുട്ടക്കുന്ന് പോലെ ഇങ്ങനെ വരച്ചു, ഒരു അലിഫ് മുകളിൽ നിന്ന് താഴേക്ക് കൊടുത്തു. ഇങ്ങനെ നമ്മൾ ത്വാ പഠിച്ചത്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ത്വാഇൻ്റെ മുകളിൽ ഒരു ഡോട്ട് കൊടുക്കാൻ പോവാം. ഓക്കെ, നമ്മൾ ബാ പറഞ്ഞപ്പോൾ ബാഇനടിയിൽ ഒരു ആപ്പിൾ കാണിച്ചിട്ട് ആപ്പിൾ ചെറുതായിട്ട് ഡോട്ട് പോലെ കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ ത്വാഇൻ്റെ മുകളിൽ ഒരു ഡോട്ട് കൊടുത്താൽ ഈ അക്ഷരം എന്തായിട്ട് മാറും? ലോ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ലോ എന്നുള്ളത് അറബിക്കിലെ അടുത്തൊരു അക്ഷരമാണ്. ലോദ് അല്ല, ലോ. ഓക്കെ, ഇനി നമുക്ക് ലോഇന് എല്ലാ ഹർക്കത്തും കൊടുത്തു നോക്കാം. ലോ, ലി, ലു, ല്, ലൻ. നേരത്തെ പറഞ്ഞതുപോലെ തൻവീൻ ഫത്തഹ് ഉണ്ടാവുമ്പോൾ കൂടുതൽ അലിഫ് ഉണ്ടാവും. അപ്പോൾ ജോയിൻ ചെയ്യേണ്ടത് ഈ ഭാഗത്താണ് കേട്ടോ. ഓക്കെ, വൻ, ലിൻ, ലുൻ. ഓക്കെ, ഇനി നമുക്ക് ലോഗ് എന്നുള്ള ലോഗ് പരിചയപ്പെടുത്തിയ വേർഡിലേക്ക് വരാം. മിളല്ലത്തുൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിവിടെ ലോഗിനെ ജോയിൻ ചെയ്തതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ലോഗ് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.